ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റേഹാസ് കിച്ചൺ. ഇന്ന് ഞാനൊരു മട്ടൻ കീമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മട്ടൻ കീമ ടിക്കി. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കീമ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മട്ടൻ്റെ പീസസ് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മട്ടൻ കീമയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളം നല്ലതുപോലെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് വലിയുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. വലുതായി എടുക്കാൻ പാടില്ല, അപ്പോൾ ഇത് നമ്മൾ റോൾ ചെയ്യുമ്പം ഇത് ശരിക്ക് കിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും അതുപോലെ 2-3 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും മീറ്റ് മസാല അല്ലെങ്കിൽ കബാബ് മസാല ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ അളവ് മാറ്റി കൊടുക്കാം. ഞാനിവിടെ കുറഞ്ഞ എരിവിലാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇതിലേക്ക് സവാളയുടെ അളവൊന്നും കൂടിപ്പോകാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ മട്ടൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് നമുക്ക് കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം, എങ്കിലേ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിൽ കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1 ബ്രെഡും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് ഷേപ്പ് ആക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാനിവിടെ ഇത് ബോൾസ് ആക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് എടുത്തത്. ഇനി ഇത് ടിക്കി ഉണ്ടാക്കിയെടുക്കുമ്പം കുറച്ച് കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കീമയാണ്, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വലിയ ബോൾസ് എടുക്കാൻ നോക്കുക. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടിക്കിയുടെ ഷേപ്പിലേക്ക് മാറ്റാം. പിന്നെ ഇത് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്കാണ് മാറ്റുന്നത്. അതുപോലെ തന്നെ കുറച്ച് കട്ടിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് അതുപോലെ ബ്രെഡ് ക്രംസുമായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതുപോലെ എല്ലാ ടിക്കിയും എഗ്ഗിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് അത് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിരുന്നു.
ഇതിലേക്ക് നമുക്ക് ഓരോരോ ടിക്കി ആയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം നമ്മുടെ മട്ടൻ കീമ തീരെ വെന്തിട്ടില്ല, അപ്പോൾ കുറച്ച് വേവ് ഉണ്ടാവും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യരുത്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരുമ്പം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.